നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ആരാ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? മിക്ക ആൾക്കാരും പറയും സാഹചര്യങ്ങൾ ശത്രുവാണ്, അത് പൈസ ചിലപ്പോൾ ശത്രുവായിട്ട് മാറാറുണ്ട്, ഈ സമയം, ഈ ഭാഗ്യം, അല്ലെങ്കിൽ അത് മറ്റു ചില ആൾക്കാർ. പക്ഷെ ഒരു നിമിഷം നമ്മളൊന്ന് നിർത്തി ചിന്തിച്ചാൽ പലപ്പോഴും നമ്മൾ തോൽക്കുന്നത് പുറം ലോകത്തല്ല, നമ്മുടെ സ്വന്തം മനസ്സിനോടാ. പുറത്ത് ആരും കാണാത്തൊരു യുദ്ധം ഓരോ ദിവസവും, ഓരോ തീരുമാനത്തിനും മുമ്പ്, ഓരോ സ്വപ്നങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് അല്ലേ? ആ യുദ്ധം ജയിക്കാതെ പുറത്ത് ജയിക്കാൻ ശ്രമിക്കുന്നത് അടിത്തറ പണിയാത്ത ഒരു കെട്ടിടം പണിയുന്നത് പോലെയാ. ഇന്ത്യൻ മഹാകാവ്യങ്ങൾ വായിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ വലിയ യുദ്ധങ്ങൾ, കുരുക്ഷേത്രമായാലും രാമായണത്തിലെ സംഘർഷങ്ങളായാലും ചരിത്ര സംഭവങ്ങൾ മാത്രമായി വായിക്കാമെങ്കിലും പല പണ്ഡിതന്മാരും അവയെ മനുഷ്യൻ്റെ ആന്തരിക സംഘർഷങ്ങളുടെ പ്രതീകങ്ങളായിട്ടാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഈ വ്യാഖ്യാനം എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ മനുഷ്യ മനഃശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അതിൽ വളരെ ആഴമുള്ള ചില കാഴ്ചകൾ കാണാൻ പറ്റും, ഉൾക്കാഴ്ചകൾ കാണാൻ പറ്റും. കാരണം ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ രണ്ട് ശബ്ദങ്ങളിട്ട്, ഒന്ന് പറയും ഇന്ന് വേണ്ട നാളെ തുടങ്ങാം, മറ്റൊന്ന് പറയും പിന്നും തന്നെ തുടങ്ങണം. ഒന്ന് പറയും ആളുകൾ ഇപ്പം എന്താ വിചാരിക്കുക, വേറൊന്ന് ചോദിക്കും നിന്റെ ജീവിതം ജീവിക്കുന്ന ആൾക്കാരാണോ. ഇത് ഒന്ന് സുരക്ഷ തേടും, മറ്റൊന്ന് വളർച്ച തേടും. ഈ രണ്ട് ശബ്ദങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് നമ്മുടെ ഉള്ളിലെ യുദ്ധം. ന്യൂറോ സയൻസിലും ഇതിന് സമാനമായിട്ടുള്ള ചിത്രം കാണാം. തലച്ചോറിൽ വേഗത്തിൽ പതിയിരിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അതുപോലെ നിർത്തി ചിന്തിക്കാനും ദീർഘകാല ഫലങ്ങൾ വിലയിരുത്താനും സഹായിക്കുന്ന സംവിധാനങ്ങളും ഉണ്ട്. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഭാഗം ഉടനടി ആശ്വാസം നേടും, മറ്റൊരു ഭാഗം ദീർഘകാല നേട്ടം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് നമ്മൾ അലാറം അടിക്കുമ്പോൾ ഒരു ശബ്ദം പറയും 5 മിനിറ്റ് കൂടി മാറും, മറ്റൊരു ശബ്ദം പറയും നിന്റെ ഭാവി ഇപ്പോഴാണ് തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പം നമ്മൾ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ഒരു ശബ്ദം പറയും ഇന്ന് ജിമ്മിൽ പോകണ്ട, ഒഴിവാക്കാം. മറ്റൊന്ന് പറയും ഇന്നത്തെ ചെറിയ തീരുമാനം നാളത്തെ ജീവിതം മാറ്റും. വിജയിച്ച ആളുകൾക്ക് ഈ യുദ്ധം ഇല്ല എന്നാണോ? അല്ല, എല്ലാവരുടെ ഉള്ളിലുണ്ട്. അവർക്കും അതേ യുദ്ധമുണ്ട്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഏത് ശബ്ദം കേൾക്കണമെന്ന് അവർ പരിശീലിച്ചിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഉള്ളിലെ യുദ്ധം ജയിക്കുന്നത് പുറം ലോകത്തെ തോൽപ്പിക്കുന്നതിനേക്കാൾ പ്രാധാന്യമാകുന്നത്. എവിടെയാണ് പലരും ഒരു തെറ്റ് ചെയ്തത്, അവർ സ്വയം കുറ്റപ്പെടുത്തും. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനോബലമില്ല, ഞാൻ ഡിസിപ്ലിൻ ഇല്ലാത്ത ആളാണ്. പക്ഷേ പ്രശ്നം നിങ്ങൾ മോശം മനുഷ്യനാണ് എന്നുള്ളതല്ല, നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെ നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. മനസ്സിനെ മനസ്സിലാക്കാതെ, സ്വന്തം ബ്രെയിനിനെ മനസ്സിലാക്കാതെ എന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും കൂടുതൽ ക്ഷീണം മാത്രമേ ഉണ്ടാക്കുള്ളൂ. പക്ഷേ മനസ്സിൻ്റെ പ്രവർത്തന രീതി മനസ്സിലാക്കിയാലും നമുക്ക് നിയന്ത്രണം പതുക്കെ നമ്മുടെ കയ്യിലേക്ക് വരാൻ തുടങ്ങും. വർഷങ്ങളായിട്ട് ഞാൻ വ്യക്തിഗത മെൻറ്ററിങ്ങിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു മാറ്റം ഇതാണ്. ചില ആൾക്കാർ ആദ്യം കത്തുന്നത് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം കിട്ടിയാൽ എല്ലാം ശരിയാവുന്നുള്ള. പക്ഷേ കുറച്ച് ആഴത്തിൽ നോക്കുമ്പോൾ അവർക്ക് വേണ്ടത് ആത്മവിശ്വാസമല്ല, ഉള്ളിലെ സംഘർഷം കുറയ്ക്കുന്ന ഒരു വ്യക്തമായ സംവിധാനം അവർക്ക് വേണം. ഓരോ മനുഷ്യൻ്റെയും ജീവിതാനുഭവങ്ങളും വിശ്വാസങ്ങളും ശീലങ്ങളും വ്യത്യസ്തമായതുകൊണ്ട് ഒരേ പരിഹാരം എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിക്കില്ല. അതുകൊണ്ടാണ് വ്യക്തിക്ക് യോജിച്ച പരിശീലനം ലഭിക്കുമ്പോൾ മാറ്റം കൂടുതൽ സ്വാഭാവികവും സ്ഥിരതയുമുള്ളതായി മാറുന്നത്. ഇന്നൊരു ചെറിയ കാര്യം മാത്രം നമുക്ക് ചെയ്യാം. അടുത്ത തവണ നിങ്ങളുടെ മനസ്സിൽ രണ്ട് ശബ്ദങ്ങൾ തമ്മിൽ തർക്കം തുടങ്ങുമ്പോൾ ഉടനെ ഒരു ചോദ്യം മാത്രം ചോദിക്കുക. ഇപ്പം സംസാരിക്കുന്ന ആരാ? എൻ്റെ ഉള്ളിലെ ഭയമാണോ അതോ എൻ്റെ വളർച്ചയാണോ? ഉത്തരം നിർബന്ധമായിട്ട് കണ്ടെത്തേണ്ട. ഈ ചോദ്യം നിങ്ങളുടെ ബോധത്തെ ഉണർത്താൻ വേണ്ടിയിട്ട് മാത്രം. കാരണം ബോധം ഉണരുന്നിടത്താണ് തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നത്. തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നിടത്താണ് പുതിയ ജീവിതവും തുടങ്ങുന്നത്. ഇതോടെ നമ്മുടെ ഇപ്പോഴത്തെ സീരീസിലെ ആദ്യത്തെ മൊഡ്യൂൾ അവസാനിക്കുകയാണ്. ഇനി തുടങ്ങാനിരിക്കുന്ന ഈ സീരീസിൻ്റെ ഏറ്റവും ആഴത്തിലുള്ളൊരു ഭാഗമാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. ഒരു ചിന്ത ജനിക്കുന്നത് എവിടെയാണ്? നമ്മൾ ചിന്തകളെ സൃഷ്ടിക്കുകയാണോ, ചിന്തകളാണോ നമ്മളെ നയിക്കുന്നത്? ഈ ഒരു കാര്യം മനസ്സിലായാൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ആദ്യമായിട്ട് ഒരു പുതിയ കാഴ്ചപ്പാടിൽ കാണാൻ തുടങ്ങും.